ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ഉഴുന്നുവട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം. നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം ഉഴുന്നുവട ഉണ്ടാക്കാൻ. ഇതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം. അതുകൊണ്ടാണ് ഞാനിതൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഉഴുന്നെടുത്ത് സോക്ക് ചെയ്യാനായിട്ട് വെള്ളത്തിലിടും. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ, അതിലപ്പുറം വേണമെന്നില്ല. ഉഴുന്ന് സോക്ക് ചെയ്യുക, അതിനെ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ഈ ഉഴുന്ന് സോക്ക് ചെയ്യുമ്പോൾ അതിൽ കൂടെ കുറച്ച് ചവ്വരി, അതായത് സാബുദാൻ ചവ്വരിയും ചേർത്ത് ഉലുവയും കുറച്ച്, 1 ഗ്ലാസ്സിന് 1 സ്പൂൺ അങ്ങനെ ചേർത്ത് സോക്ക് ചെയ്ത് അരച്ച് വച്ചിരിക്കുന്ന ഉഴുന്ന് മാവാണിത്. ശരിക്കും 2 മണിക്കൂർ അതൊന്ന് പൊങ്ങാൻ വയ്ക്കണം. അങ്ങനെ അതുകൊണ്ടാണ് വീഡിയോയിൽ ഉടൻ കാണിക്കാൻ പറ്റാത്തത്. ഞാൻ അരച്ച് 2 മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വെച്ചതാണ്. അതിൽ നമ്മൾ ഇനി ചേർക്കുന്നത് ഉള്ളി, ചെറിയ ഉള്ളിയാണ്. ഒരു 8 ഉള്ളി ഉണ്ടായിരുന്നു. ഈ 8 ഉള്ളി അരിഞ്ഞ് എടുത്തതാണ്. അത് നമുക്കിതിലോട്ട് ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് എടുത്ത 8 ഉള്ളി. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പച്ചമുളക് 2, കുരുമുളക് പൊടിച്ചതാണിത്, അത് 1 സ്പൂൺ, 1 ടീസ്പൂൺ. പിന്നെ കറിവേപ്പില ഇവിടെ തന്നെ ഉള്ള കറിവേപ്പിലയാണ്. കറിവേപ്പില 2 തണ്ട്. ഇത്രയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചിയും പച്ചമുളകും 4 പച്ചമുളക് ചേർത്താലും കുഴപ്പമില്ല, വലിയൊരു കഷ്ണം ഇഞ്ചി ചേർത്താലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ കുട്ടികൾക്ക് എരിവ് അധികം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത്. പിന്നെ ഇതിൽ സാമ്പാർ പൊടി, ഇത് നമ്മൾ സാമ്പാർ വയ്ക്കുന്ന സാമ്പാർ പൊടിയാണ്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്, വാങ്ങുന്നതൊന്നുമല്ല. ഈ സാമ്പാർ പൊടി 1 ടേബിൾ സ്പൂൺ കൂടി ഇതിലിടണം. അപ്പോൾ ഈ വടയ്ക്ക് നല്ല ബ്രൗൺ നിറവും കിട്ടും, ഒരു ചെറിയ മണവും ഉണ്ടാകും. അത് നമുക്ക് നല്ല ടേസ്റ്റാണ്. വട കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ മിക്സ് ചെയ്യാം. നല്ലോണം ഇതെല്ലായിടത്തും ചേർന്ന് വരണം. ഇങ്ങനെ കുഴച്ചെടുക്കണം. ഇങ്ങനെ ശരിക്കും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വീണ്ടും 10 മിനിറ്റ് വയ്ക്കുക. നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് എണ്ണ അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം എണ്ണ തിളച്ച് തുടങ്ങി. നമുക്കിനി വടയെ ചുട്ടെടുക്കണം. അപ്പോൾ ഈ വടയുടെ മാവ് എടുക്കുന്നതിന് മുമ്പ് വെള്ളത്തിലൊന്ന് കൈ കഴുകിയാൽ ഒട്ടൽ കുറയും. എന്നിട്ട് ഓരോ വടയായിട്ട് ഇങ്ങനെ എണ്ണയിലിടണം. അങ്ങനെ നമ്മുടെ വട എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, ബ്രൗൺ നിറമായിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. സാമ്പാർ പൊടി ഇട്ടതുകൊണ്ട് ഒരു പ്രത്യേക മണം വരുന്നുണ്ട്. നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുക്കട്ടെ. ഇതാണ് എൻ്റെ സ്പെഷ്യൽ ഉഴുന്നുവട. ബൈ.